2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികൾ ഈ നവസംരംഭകർക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് താങ്കളെപ്പോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ, പുതിയ ഐഡിയകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ. അതൊരു വലിയ കറക്ഷന് സാധ്യതയില്ലാത്ത രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകാനും മുന്നോട്ട് പോകാനും ഏതാണ്ട് പല മേഖലകളിലും അതിൻ്റെ റിസൾട്ട് ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സമീപനത്തെ കാണുന്നത്? ആ സമീപനത്തിനെ കാണുന്നത് ഈ പറഞ്ഞ ഈ കറപ്ഷൻ ഫ്രീ സുതാര്യത എന്ന് പറയുന്ന കാര്യം, അത് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ സിമ്പിളാണ്. കാരണം നമ്മളൊരു ലോണിന് പോകണം എന്ന് വെച്ചാൽ സാധാരണ നിലയിൽ ആദ്യം നമ്മൾ ലോണിൻ്റെ ബാങ്കിൽ പോകുന്നു. കേന്ദ്ര ഗവൺമെൻറ് പരിപാടി ഇങ്ങനെയല്ല. ഞാൻ ഈ ലോണിനായിട്ട് അപേക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. കേന്ദ്ര ഗവൺമെൻറ്റിലെ നാഷണൽ ലെവലിലൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ ബാങ്ക് എക്സ്പേർട്ടുകളും IIT പോലെയുള്ള സ്ഥാപനങ്ങളിലെ എക്സ്പേർട്ടുകളും കാർഷിക മേഖലയിലെ എക്സ്പേർട്ടുകളും ഫിനാൻഷ്യൽ മേഖലയിലെ എക്സ്പേർട്ടുകളും ബാങ്ക് പ്രതിനിധികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ കൊടുക്കുന്ന പ്രപ്പോസൽ അവർ മോണിറ്റർ ചെയ്യും. അവർ ആ പ്രപ്പോസൽ നടത്തിക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോണും എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഫാക്ടറി തുറക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോവുക. അവിടുത്തെ GPS ലൊക്കേഷൻ ഷെയർ ചെയ്യുക. ആ GPS ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ലോൺ തരാനാവുന്ന ബാങ്ക് ഏതാണെന്ന് അവർ ഓപ്റ്റ് ചെയ്യും. ആ ഓപ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് 2 or 3 ബാങ്കുകളുടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ബാങ്ക് മാനേജർ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ള റെക്കമെൻഡേഷനും കൂടെ കഴിഞ്ഞിട്ട് ബാങ്ക് മാനേജർ അറിയുമ്പോൾ മാത്രമാണ് ഈ ബാങ്ക് മാനേജർ ഇങ്ങനെ എൻ്റെ ബാങ്കിൽ നിന്നും ലോൺ കൊടുക്കാൻ പോകുന്നു എന്നറിയാം. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ശീലം കടലാസുകളും എടുത്തിട്ട് പോകുന്നു, കടലാസ് പോരാന്ന് പറയും, തിരിച്ചു വരുന്നു, അത് പോരാന്ന് പറയുന്നു, കുറേ 1000 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നബാർഡ് എല്ലാ ജില്ലയിലും, ഈ രാജ്യത്തെ മുഴുവൻ ജില്ലകളിലും വളരെ സ്മാർട്ടായിട്ടുള്ള MBA BTech ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരെ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, ഈ DPR ഉണ്ടാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മൾ സംരംഭകത്വം നമ്മളിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നമ്മളെ കുറ്റവാളിയെ തേടി പിടിക്കുന്ന പോലെ പിടിക്കുക ചെയ്യുക. എന്നിട്ട് നമ്മളെ പിടിച്ച് സംരംഭകനാക്കുക. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. നമ്മളെ തേടി പിടിച്ച് നമ്മളെ പുറത്തേക്ക് പോകാൻ പറ്റില്ല, നമ്മളെ സംരംഭകനാക്കിയേ വിടത്തുള്ളൂ. അങ്ങനെ നമ്മൾ സാധാരണ കേട്ടുകേൾവിയുള്ള അഴിമതി, കൈക്കൂലി, ബാങ്കിൽ നിന്നുള്ള ഡിലേ, നടത്തിക്കൽ, ഇതിനൊന്നും വലിയ സ്കോപ്പില്ല. എല്ലാം ആയിക്കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് 60 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിരിക്കണം. 61 ദിവസമാവാൻ പറ്റത്തില്ല. എനിക്ക് 45ാമത്തെ ദിവസം യൂണിയൻ ബാങ്ക് ഡിസ്പോസ് ചെയ്തു. ബിഫോർ ടൈമിൽ എനിക്ക് യൂണിയൻ ബാങ്ക് ഡിസ്പോസ് ചെയ്തു തന്നു. അപ്പം ഇതിന് ഈ ബാങ്കുകളുടെയും നബാർഡ് പോലെയുള്ള ഏജൻസികളുടെയും സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്ക് സർക്കാർ സംവിധാനം അതിൻ്റെ നിലപാടിലെ കാർക്കശ്യവും ഇടപെടലിലെ സുതാര്യതയും കൊണ്ട് ആക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് സംരംഭകൻ പേപ്പർ കെട്ടുകളുമായിട്ട്, ഫോട്ടോസ്റ്റാറ്റുകളുമായിട്ട് നിരന്തരം കയറി ഇറങ്ങേണ്ടത് ഈ AIF പോലെയുള്ളതും കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളിൽ ഇപ്പോഴില്ല. മിക്ക പേപ്പറുകളും എന്താണ് ഏറ്റവും വലിയ കാര്യമെന്ന് 2014 ശേഷം വന്ന കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം എൻ്റെ ലോൺ ഡോക്യുമെൻറ്റിനായിട്ട് ഏറ്റവും കുറഞ്ഞ 2500 പേജിനധികം ഡോക്യുമെൻറ്റുകളുണ്ട്. അതിലൊന്നിൽ പോലും ഒരു ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുന്ന സെൽഫ് അറ്റസ്റ്റേഷനാണ്. അപ്പോൾ ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള നിലക്ക്, ഒരു എൻ്റർപ്രണർ എന്ന നിലക്ക് എനിക്ക് ആത്മവിശ്വാസം ബിൽഡ് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റേജിലും. കൂട്ടത്തിൽ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഫോളോ അപ്പാണ് കേരള സംസ്ഥാനത്തിൻ്റെ. അങ്ങനെ എന്തെങ്കിലും ആക്കി കുറേ ആൾക്ക് കൊടുത്തു, ആ ഒരു ഫിഗർ പ്രൊജക്റ്റ് ചെയ്തു, അത് പത്രസമ്മേളനം നടത്തുക, അങ്ങനെയുള്ളതൊന്നും അല്ല. നമ്മളെ സംരംഭകരാക്കിയിട്ട് നമ്മളെ രാജ്യത്തിനെ ഏറ്റവും വലിയ എക്കണോമിക്കൽ ശക്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാളിയാക്കി മാറ്റുക എന്നുള്ള നിലയിൽ നമ്മൾ വിട്ടുപോകാൻ വെച്ചാലും നമ്മൾ എവിടെയെങ്കിലും വീക്കോ സീക്കോ ആവുന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് സർക്കാർ ഓടിയെത്തും. അത് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെത് മാത്രമല്ല, ഈ ഫീൽഡിൽ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കാരണം ഗവൺമെൻറ്റുകളുടെ നിലപാടുകളൊക്കെ ഒരുപാട് മാറി.